ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു അസറ്റാണ്. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട വിഷയമേ അല്ല. അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കരാർ വ്യവസ്ഥയനുസരിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള അതീവ താൽപ്പര്യമാണ് സംസ്ഥാന ഗവൺമെൻറ് കാണിക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ ഒരു വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ ആ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. കെ രാജേഷ് ഉൾപ്പെടെയുള്ള പറയുന്നത് അതിൽ അഴിമതി നടന്നു എന്നാണ് കരാർ. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. CPM-ന് LDF-ന് ഒരു ആശയക്കുഴപ്പമില്ല. കാരണം ഈ കരാർ വ്യവസ്ഥ ലംഘിക്കാൻ സാധിക്കുന്നതല്ല. ഇനി ആ കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അനുവാദത്തോടു കൂടി മാത്രമേ സാധിക്കൂ. സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർമാർക്ക്, ഒരു കരാറുകാർക്ക് അവർക്ക് മാത്രമായി അതിൽ ഭേദഗതി വരുത്താനോ അവർക്ക് പുറം കരാറുണ്ടാക്കാനോ അവർക്ക് കരാറിൽ ഷെയർ ആരെങ്കിലും ഓഹരി ഉടമകളാക്കി ചേർക്കാനോ സാധിക്കുന്നതല്ല. അത് കരാറിൻ്റെ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഗവൺമെൻറ് അനുമതി വാങ്ങണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദാനി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.